ഗൗതം, നമ്മൾ ഈ ആശുപത്രികളിലൊക്കെ പലപ്പോഴും പോവാറുണ്ട്. ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അത് പുരുഷന്മാരായ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില പെരുമാറ്റങ്ങൾ പലപ്പോഴും നമ്മളെ തന്നെ അസ്വസ്ഥരാക്കാറുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഒരു യുവാവ് ഡോക്ടറെ കണ്ണിന് പ്രശ്നം വന്ന് ഡോക്ടറെ കാണിക്കാനായി ആശുപത്രിയിലേക്ക് എത്തുന്നു. പക്ഷേ പരിശോധിച്ചത് കണ്ണല്ല, ലിംഗമാണ് യുവാവിൻ്റെ. ലിംഗ പരിശോധനയ്ക്കായി ആ നടപടിക്രമങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ യുവാവ് ഭയചകിതനായി ചാടി എഴുന്നേറ്റു. ഡോക്ടറോട് പറയുന്നു, ഞാൻ കണ്ണ് കാണിക്കാനാണ് വന്നത്, എന്തിനാണ് നിങ്ങൾ എൻ്റെ ലിംഗത്തിൽ സ്പർശിക്കുന്നത് എന്ന് ചോദിച്ചു. ഭയന്നുകൊണ്ട് ഇറങ്ങി ഓടാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് സംഭവം? ധന്യ, ഇത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം നമ്മളെല്ലാവരും പരിശോധനയ്ക്കായിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നത് നമ്മളൊരു രോഗം മാറുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അത്രയും ശ്രദ്ധയോട് കൂടിയിട്ടും അത്രയും വിശ്വാസം നമ്മൾ യഥാർത്ഥത്തിൽ ഡോക്ടർമാരിലേക്ക് കൽപ്പിക്കുന്നുണ്ട്. ഒരു ദൈവത്തിൻ്റെ ഒരു രൂപമാണ് യഥാർത്ഥത്തിൽ ഒരു ഡോക്ടറിൻ്റെ രൂപം എന്ന് പറയുന്നത്. പക്ഷെ അത്തരം ആളുകളിൽ നിന്ന് ഈ ഇത്തരം രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ അർപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസത്തെ അവർ തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമൂഹത്തിന് തന്നെ, ഒരു ഡോക്ടർമാരുടെ ഒരു സമൂഹത്തിന് തന്നെ കളങ്കം തീർക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം വളരെ ചുരുക്കമായിട്ട് നമ്മൾ എല്ലാ ഡോക്ടർമാരെയും അടിച്ചാക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. ഇത്തരം ചില ആളുകൾ കളങ്കം തീർക്കുകയാണ് ചെയ്യുന്നത്. ഈ സംഭവം നടന്നത് കോയമ്പത്തൂരിലാണ്. കോയമ്പത്തൂരിൽ മധുക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ ഒരു സ്വകാര്യ ക്ലിനിക്കിലാണ് ഈ മുരുകേഷൻ എന്ന് പറയുന്ന വ്യക്തി ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പോയത്. അദ്ദേഹത്തിന് കണ്ണിന് എന്തോ ഒരു വിഷയമാണെന്നാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അദ്ദേഹത്തിന് 24 വയസ്സാണ്. ഈ മുരുകേഷൻ അവിടത്തേക്ക് പോയപ്പോഴാണ് ഈ ഡോക്ടർ ഇത്തരം രീതിയിൽ, അതായത് കിടത്തി ചികിത്സ, കിടക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. കിടന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം കണ്ണ് പരിശോധിക്കുന്നതിന് പകരം മറ്റ് സ്ഥലങ്ങളിൽ സ്പർശിക്കുകയും ഇദ്ദേഹത്തോട് അപമര്യാദയായ രീതിയിൽ പെരുമാറുകയൊക്കെയാണ് ചെയ്തത്. ഉടനെ തന്നെ അവിടുന്ന് ഈ യുവാവ് ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങുകയും വല്ലാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ അമ്മ, അതുപോലെ തന്നെ അച്ഛൻ തുടങ്ങിയവരൊക്കെ പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇത്തരം ആളുകളോട് ഇദ്ദേഹം ചികിത്സിക്കാനായിട്ട് ആദ്യം അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അച്ഛനും അമ്മയോടൊപ്പമാണ് അകത്തേക്ക് പ്രവേശിച്ചത്. അപ്പോൾ പ്രവേശിച്ചപ്പോൾ ഈ ഡോക്ടർ നിർദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുരുകേശൻ മാത്രം റൂമിലിരിക്കുക, ഈ അച്ഛനും അമ്മയും പുറത്തേക്ക് ഇരിക്കണം. കാരണം നമുക്ക് മനസ്സിലാവുന്നില്ല, കണ്ണ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളുമൊക്കെ മാതാപിതാക്കളെയൊക്കെ കൂട്ടിക്കൊണ്ട് പല ആശുപത്രികളിലൊക്കെ പോയതാണ്. അപ്പോൾ ഇതുവരെ ഡോക്ടർ അത്തരം രീതിയിലുള്ള ഒരു സമീപനം എന്തിനാണ് എടുക്കുന്നത്? ഇത് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തൊന്നുമല്ലല്ലോ പോയിട്ടുള്ളത്, കണ്ണ് കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അത്തരം രീതിയിലുള്ള ഒരു പ്രതികരണം എന്തുകൊണ്ട് അച്ഛനും അമ്മേനെയും പുറത്തേക്കാക്കുക എന്ന് പറയുന്ന പ്രതികരണം എന്തുകൊണ്ടാണ് ഈ ഡോക്ടർ എടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും. കാരണം ഇത്തരം രീതിയിൽ ഒരു ആണിനെ, ഒരു മുരുകേഷൻ എന്ന് പറയുന്ന ഒരു ആണിനെ തന്നെ കണ്ണിൻ്റെ പരിശോധനയ്ക്കായിട്ട് വരുമ്പോൾ ഇത്തരം രീതിയിലൊരു അപമര്യാദയായിട്ടുള്ള ഒരു പെരുമാറ്റം നടത്തുക എന്ന് പറയുന്നത് എന്തൊരു മോശമാണ്. കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് ഒരിക്കലും ഇത് കരുതാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം നമ്മുടെ സമൂഹത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇത്തരം രീതിയിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം സ്ത്രീകൾക്ക് നേരെ, അതുപോലെ തന്നെ പ്രസവ ശസ്ത്രക്രിയക്കായിട്ട് പോകുന്ന സ്ത്രീകൾക്ക് നേരെ ഡോക്ടറിന്റെ അതിക്രമം എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കൊരു വാർത്ത വന്നത്, അവിടുത്തെ അറ്റൻഡറോ ആരോ നഗ്ന ഫോട്ടോ എടുത്ത് ഏതോ ആശുപത്രിയിൽ പ്രസവിക്കാൻ പോയ സ്ത്രീയുടെ ഫോട്ടോ എടുത്ത്, ആ സമയത്ത് നമ്മൾ ഈ വസ്ത്രത്തിന്റെ രീതി, വസ്ത്രം നേരെ, ഇതൊന്നും നമ്മൾ ചിന്തിക്കില്ല. ആ വേദനയുടെ ഇടയിൽ ആ ഫോട്ടോ എടുത്ത് കാമുകൻ അയച്ചു കൊടുത്തു എന്ന് അങ്ങനെ എന്തൊക്കെയോ ഒരു വാർത്തകൾ വരുന്നുണ്ട്. സത്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ദൈവതുല്യരാണ്, നമ്മുടെ ജീവൻ രക്ഷിക്കുന്നവരാണ്. അപ്പോൾ നമുക്കൊരു അസുഖം വരുമ്പോൾ ഓടിച്ചെല്ലാൻ ഡോക്ടർമാരുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം കൂടി നമുക്കുണ്ട്. അവരോടാണ് പലപ്പോഴും ഇത്തരത്തിൽ പല മോശം പ്രവർത്തികളും, അതും പുരുഷന്മാരോട്, സ്ത്രീകളോടും കാണിക്കുന്നവരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ എങ്കിൽ പോലും ഇത്തരം പുരുഷന്മാരെ പോലും വെറുതെ വിടാത്ത കാമക്കണ്ണുകളുള്ള ഡോക്ടർമാർ നമുക്കിടയിലുണ്ട് എന്നുള്ളത് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതെ, ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് പോലും ലൈംഗിക ദാരിദ്ര്യപരമായിട്ടുള്ള ഇത്തരം പരാമർശങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് തന്നെ അവർ കളങ്കം, ആ ഒരു സമൂഹത്തിന് തന്നെ ഇത്തരം ആളുകൾ കളങ്കം തീർക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ മുരുകേഷൻ ഇത് ആദ്യത്തെ വട്ടമല്ല ഇവിടത്തേക്ക് പോകുന്നത്. നിരന്തരമായിട്ട് ഇങ്ങനെ ഒരു ഡോക്ടറെ അടുത്ത് ചികിത്സിക്കുന്ന ഒരാളാണ് ഈ 23 വയസ്സുകാരനായിട്ടുള്ള ഈ ഒരു മുരുകേശൻ എന്ന് പറയുന്നത്. കാരണം ഇദ്ദേഹത്തിൻ്റെ അമ്മ, ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ, അങ്ങനെ ഫാമിലിയിലുള്ള മറ്റു ആളുകളെയൊക്കെ ഈ ഡോക്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് രോഗത്തിനൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നതാണ്. അങ്ങനെ ഒരു സമയത്താണ് മുരുകേശൻ തന്നെ ഒരു സംഭവം നടക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഈ ഡോക്ടറെ അടുത്ത് പോകും. കാരണം ഇതിന് നേരത്തെ ഈ ഡോക്ടറിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം രീതിയിലുള്ള അപമര്യാദാപൂർവമായിട്ടുള്ള പെരുമാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസം
ഇവർക്കിടയിൽ സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് വിശ്വാസം. ഇവിടെ പ്രധാനമായിട്ടും ഞാൻ അടിയുറച്ചിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന വാക്കുകൾ വിശ്വാസമാണ്. ഡോക്ടറിൽ നമ്മൾ അർപ്പിക്കുന്നത് ഒരു വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഡോക്ടറിൻ്റെ അടുത്ത് ഈ മുരുകേശൻ ചെന്നത്. കാരണം അദ്ദേഹത്തെ നേരത്തെയൊക്കെ പോയപ്പോൾ ഇത്തരം രീതിയിലുള്ള അപമര്യാദയായിട്ടുള്ള പെരുമാറ്റങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ആ വിശ്വാസമാണ് ഇവിടെ മുരുകേശന് തകർക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഡോക്ടർ തന്നെ ആ വിശ്വാസത്തെ തകർത്ത് കളഞ്ഞു. കാരണം ഇനി അദ്ദേഹം അവിടത്തേക്ക് പോവില്ല. അദ്ദേഹം അടുത്തേക്ക് പോവില്ല. ഇത്രയും നാൾ ഒരു ഡോക്ടറെ അടുത്തോട് കൽപ്പിച്ചിരുന്ന ഒരു വിശ്വാസം, നമ്മളൊക്കെ ഒരു ഏതെങ്കിലും ഒരു രോഗത്തിനായിട്ട് ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയിട്ട് ആ ഡോക്ടർ തരുന്ന മരുന്ന് കൊണ്ട് നമ്മുടെ രോഗമൊക്കെ മാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ആ ഡോക്ടറോട് ഒരു താല്പര്യം തോന്നും, സ്നേഹം കൂടുതൽ പോകും, അടുത്ത വട്ടവും നമ്മൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് തോന്നും. ഇങ്ങനെയാണ് ഒരു ഡോക്ടർ പേഷ്യന്റ് റിലേഷൻഷിപ്പ് വലിയ രീതിയിൽ വികസിച്ച് വരിക. പക്ഷേ ഇവിടുത്തെ ഡോക്ടർ പേഷ്യന്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ മോശമായ രീതിയിലേക്ക് മാറ്റി തീർത്തിരിക്കുകയാണ് ഈ ഡോക്ടർ എന്ന് പറയുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഉണ്ട്, അദ്ദേഹത്തിന്റെ പേര് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല, കാരണം അദ്ദേഹത്തെ ഒരു അധിക്ഷേപിക്കുന്ന പോലെ ആയിരിക്കും. ശരിയാണ്, ഒരു വിശ്വാസം ഇല്ലായ്മ കൂടി നമുക്ക് ഫീൽ ചെയ്യും. എൻ്റെ അറിവിൽ, എൻ്റെ പരിചയത്തിൽ ഒരു സുഹൃത്ത്, പുള്ളിക്കാരൻ്റെ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് ഒരു സർക്കാർ ആശുപത്രിയിൽ ഈ അസുഖം കാണിക്കാനായി ഡോക്ടറുടെ വീട്ടിലേക്ക് പോവുകയാണ്. രാവിലെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു വൈകിട്ട് വീട്ടിലേക്ക് വരൂ, വന്നതിന് ശേഷം നമുക്ക് പരിശോധിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഡോക്ടറുടെ വീട്ടിലേക്ക് പോകുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടറുടെ പരിശോധനാ രീതിയും ശരീരത്തിൽ സ്പർശിച്ചിട്ടുള്ള പരിശോധനാ രീതിയും ഒക്കെ തുടക്കത്തിൽ തന്നെ ഈ സുഹൃത്തിന് ഒരു വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹം കിടത്തി പരിശോധിച്ചപ്പോൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വേണ്ടാത്ത രീതിയിൽ സ്പർശിക്കുന്നു. കാരണം അസുഖത്തെക്കുറിച്ചല്ല അദ്ദേഹത്തിന് അറിയേണ്ടത്, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെക്കുറിച്ചും പല രീതികളിലുള്ള സംസാരമൊക്കെയാണ്. അവസാനം ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ഡോക്ടറെ തള്ളി മാറ്റിക്കൊണ്ട് അദ്ദേഹം വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. അതിനുശേഷം ശ്വാസം നേരെ കിട്ടാൻ തന്നെ കുറച്ച് സമയമെടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം നമ്മളൊരു സുഹൃത്തിൽ നിന്ന് ഒരുപക്ഷെ നമുക്കിത് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഇത്തരത്തിൽ സുഹൃത്തുക്കൾ പെരുമാറാം, അത് തമാശയ്ക്കാണെങ്കിലും സീരിയസ് ആയിട്ടാണെങ്കിലും. പക്ഷെ ഒരു ഡോക്ടറുടെ ഭാഗത്തു നിന്ന് നമുക്കൊരു ലൈംഗിക ചുവയോടെയുള്ള നോട്ടമോ സ്പർശനമോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ തകർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നമ്മളെ തന്നെ കൊണ്ടെത്തിക്കുന്നു. പലരെയും ഇത് മെൻ്റൽ ഡിപ്രഷനിലേക്ക് വരെ കൊണ്ടെത്തിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം ഡോക്ടർമാരുടെ ഈ ഒരു രീതി ഇപ്പോൾ പുരുഷന്മാരോട് കാണിക്കുന്നത് നാളെ അതൊരു സ്ത്രീയാണെങ്കിലോ പുറത്ത് പറഞ്ഞാൽ പിന്നെ ഭീഷണികൾ മുഴക്കി അവരെ പിന്നെ വായടപ്പിച്ചുകൊണ്ട് നിരന്തരം ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പല ചികിത്സയ്ക്കായിട്ടും സ്ത്രീകൾ പുരുഷ ഡോക്ടർമാരെ സെലക്ട് ചെയ്യുന്നില്ല. പ്രത്യേകിച്ചും പ്രധാനപ്പെട്ടുള്ള വല്ല ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നല്ല ഡോക്ടർമാരുണ്ട് കേട്ടോ, നല്ല ഡോക്ടർമാരുണ്ട്. പക്ഷെ തന്നെ ഇതൊന്ന് ആലോചിച്ച് നോക്കണം. ഇത്തരം ഒരു കാര്യങ്ങൾ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ വരുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു സമൂഹത്തിനോട്, ഡോക്ടർമാരുടെ ഒരു സമൂഹത്തിനോട് ഒരു വിശ്വാസത ഇല്ലാതാവുകയല്ലേ ചെയ്യുന്നത്. ഇപ്പൊ സ്ത്രീകളടക്കം പല ചികിത്സയ്ക്ക് സ്ത്രീ ഡോക്ടർമാരെ തന്നെ മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. എന്താണ് അതിന്റെ കാരണം? ഇങ്ങനെ വല്ല കാര്യങ്ങളും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ള ഭയത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ, ഇപ്പം കേരളത്തിൽ തന്നെ പല മെഡിക്കൽ കോളേജുകളിലും നടക്കുന്ന അനാസ്ഥകൾ, രോഗിമാരുടെ വയറ്റിൽ കത്രിക മറന്നു വെക്കുന്നു, രോഗിമാരുടെ വയറ്റിൽ പഞ്ഞി മറന്നു വയ്ക്കുന്നു തുടങ്ങിയ ഒരുപാട് റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കാണുന്നതാണ്, കേൾക്കുന്നതാണ്. അപ്പം യഥാർത്ഥത്തിൽ ഒരു നവീകരണത്തിന് അല്ലെങ്കിൽ ഒരു സ്വയം വിമർശനത്തിനോ സ്വയം പരിശോധനയ്ക്കോ ഇത്തരം സമൂഹം, ഡോക്ടർമാരുടെ ഈ ഒരു സമൂഹം മുതിരണം എന്നാണ് നമുക്ക് ഇത്തരം റിപ്പോർട്ടുകൾ വരുന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പറയുവാനായിട്ടുള്ളത്. കാരണം ഇത് അവരെ തന്നെയാണ് വലിയ രീതിയിൽ ബാധിക്കുക. കാരണം നമ്മൾ ഡോക്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു ഐഡൻറ്റിറ്റിയെ നമ്മൾ കാണുന്നത്, മനുഷ്യർ കാണുന്നത് ദൈവതുല്യരായിട്ടാണ്. ആ ദൈവതുല്യത അവർ തന്നെ നിലനിർത്തണം. അത് ആ ഒരു ദൈവതുല്യതയ്ക്ക് കളങ്കം തീർക്കാതിരിക്കുക. തീർച്ചയായിട്ടും.